ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 15-ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ഒത്തുപിടിച്ചാൽ. ഒത്തുപിടിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമാവില്ലേ? ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഒത്തുപിടിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വടംവലി കളിക്കുകയാണെന്ന് വിചാരിക്കുക. വടംവലിയിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ എല്ലാം ഒത്തുപിടിച്ച് വലിച്ചാലല്ലേ ഉള്ളൂ അവർക്ക് വിജയം കിട്ടുക. അല്ലാണ്ട് ഒരാൾ ഒരിതില്ലാതെ ഒരാൾ തന്നെ വലിച്ച് മറ്റേ ആൾ വലിക്കാതെ നിന്നാൽ അവിടെ ജയമില്ലല്ലേ? അപ്പോൾ എന്ത് കാര്യത്തിലും നമ്മൾ ഒത്തുപിടിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അപ്പം നമുക്ക് ഈ കഥ നോക്കാം. ഈ കഥ നടക്കുന്നത് എവിടെയാ? ചിത്രം നോക്കിക്കേ, കാട്ടിലാണല്ലേ. അപ്പം നമുക്ക് നോക്കാം. തീയൊക്കെ പിടിച്ചിട്ട് മൃഗങ്ങളൊക്കെ ഓടുന്നുണ്ട്. എന്താണ് നോക്കല്ലേ? കാടിന് തീ പിടിച്ചു. മൃഗങ്ങളെല്ലാം ഭയന്നു വിറച്ചു. കാടിന് തീ പിടിച്ചിട്ട് മക്കളെ എല്ലാവരും ഭയന്നു വിറച്ചു. അവർ ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. അയ്യോ രക്ഷിക്കണേ! സുന്ദരിക്കിളി ഉറക്കെ കരഞ്ഞു. കാട്ടിൽ 3 മുട്ടകളുണ്ട്. അവ ഇന്നോ നാളെയോ വിരിയും. സുന്ദരിക്കിളി എന്തിനാ കരയുന്നത്? സുന്ദരിക്കിളിയുടെ മുട്ടകളുണ്ട് കൂട്ടിൽ. അപ്പോൾ തീ പിടിച്ചൂലേ? ഇന്നോ നാളെയോ വിരിയേണ്ട മുട്ടകളായിരുന്നു. അപ്പോൾ അയ്യോ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് സുന്ദരിക്കിളി കരയാണ്. എൻ്റെ പൊന്നോമനകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് ഓർക്കാനേ കഴിഞ്ഞില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരമ്മയുടെ വിഷമാണല്ലേ അവിടെ പറയുന്നത്. അമ്മയ്ക്ക് അമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നത് വളരെ വിഷമമുള്ള കാര്യമല്ലേ? അതുപോലെ സുന്ദരിക്കിളിക്കും വളരെ വിഷമാണ്. സുന്ദരിക്കിളി എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് ആലോചിക്കുകയാണല്ലേ. അവിടെ മരത്തിൽ കണ്ടോ? മരത്തിനൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. സുന്ദരിക്കിളിയുടെ മുട്ടകൾ കൂട്ടിലുണ്ട്. സുന്ദരിക്കിളിയും ഉണ്ടല്ലേ. സുന്ദരിക്കിളി എന്ത് ചെയ്തു? അടുത്തുള്ള അരുവിയിലേക്ക് പറന്നു. കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിലേക്ക് ഒഴിച്ചു. അപ്പോൾ തീ കെടുത്താൻ വേണ്ടിയിട്ട് അടുത്തുള്ള അരുവിയിൽ പോയിട്ട് സുന്ദരിക്കിളി ഇച്ചിരി വെള്ളമല്ലേ കൊക്കിൽ കൊള്ളുള്ളൂ, ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് ഈ കാട്ടുതീയിലേക്ക് ഒഴിക്കുകയാണ്. അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അവളുടെ പ്രയത്നം കണ്ട മൂങ്ങ പറഞ്ഞു, വിഡ്ഢി, ഇങ്ങനെ വെള്ളം ഒഴിച്ചത് കൊണ്ട് തീ കെടുമോ? വേഗം രക്ഷപ്പെടാൻ നോക്ക്. സുന്ദരിക്കിളിയുടെ കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിക്കുന്നത് കണ്ടിട്ട് മൂങ്ങ പറയാണല്ലേ, വിഡ്ഢി, ഇങ്ങനെ വെള്ളം ഒഴിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, വേഗം രക്ഷപ്പെടാൻ നോക്ക് എന്ന്. അഗ്നി ആളിപ്പടരുകയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ് കേട്ടോ. തീ ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സുന്ദരിക്കിളി പറഞ്ഞു, ഈ കാടാണ് എനിക്ക് അഭയം തന്നത്. അഭയം എന്ന് പറഞ്ഞാൽ സംരക്ഷണം തന്നത്. കാട് എനിക്ക് അമ്മയാണ്. എന്നാലാവത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ സുന്ദരിക്കിളി പറയാ, കാടിന് തീ പിടിച്ചപ്പോൾ അഭയം തന്ന കാടിനെ വിട്ടുകളയാതെ തനിക്കാവുന്നത് ചെയ്യാണ് എന്ന് മൂങ്ങയോട് പറയാണ്. ഇത് കേട്ട മൂങ്ങയ്ക്ക് എന്ത് തോന്നി? സുന്ദരിക്കിളി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മൂങ്ങയ്ക്ക് തോന്നി. മൂങ്ങയും അവളോടൊപ്പം ചേർന്നു. കൂട്ടുകാരും ഒപ്പം കൂടി. അവർ തീ കെടുത്താൻ ശ്രമിച്ചു. വവ്വാൽ ഈ വാർത്ത കാട്ടിലെങ്ങും പരത്തി അല്ലേ. സുന്ദരിക്കിളിയും മൂങ്ങയും വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീ അണയ്ക്കാൻ നോക്കുന്നത് എന്താണ്? വവ്വാൽ കാട്ടിലെങ്ങും പരത്തി. അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? ആരൊക്കെയാണ്? മൂങ്ങയും സുന്ദരിക്കിളിയും വവ്വാലും കൂടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. സുന്ദരിക്കിളിയും മൂങ്ങയും അവളുടെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് അരുവിയിൽ പോയിട്ട് അവരവരുടെ കൊക്കുകളിൽ കൊള്ളുന്ന വെള്ളം കണ്ടോ? ചിത്രത്തിൽ കണ്ടോ? കൊക്കുകളിൽ കൊള്ളുന്ന വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീ അണയ്ക്കാൻ ശ്രമിച്ചു. ഓരോരുത്തർക്ക് കഴിയുന്നത് ഓരോരുത്തർ ചെയ്യുക അല്ലേ. പിന്നെ നമ്മുടെ വാർത്ത പരത്താൻ പോയ വവ്വാലോ വാർത്തൊക്കെ പരത്തിയതിന് ശേഷം തൻ്റെ ചിറക് കൊണ്ട്, വലിയ ചിറക് കണ്ട വവ്വാലിൻ്റെ ചിറക് കൊണ്ട് വീശി കാട്ടുതീ അണയ്ക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട ആനക്കൂട്ടം ഓടി വന്നു. അവർ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് തീയിലേക്ക് ചീറ്റി. ആനകൾക്ക് ഒരുപാട് വെള്ളം തുമ്പിക്കൈയിൽ എടുക്കാൻ പറ്റൂലേ. അപ്പോൾ അവരും കൂടെ ആ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കുരങ്ങുകൾ എങ്ങനെയാ? കുരങ്ങുകൾ ഇലക്കൊമ്പിളിൽ വെള്ളം കോരി ഒഴിച്ചു. മുയലും ജിറാഫും പുലിയും ഓടി വന്ന് സഹായിച്ചു.
തീ അണഞ്ഞു. എല്ലാവർക്കും ആശ്വാസമായി. അപ്പോൾ എന്താണ്, എല്ലാവരും കൂടി പരിശ്രമിച്ചപ്പോൾ കാട്ടുതീ അണഞ്ഞു അല്ലേ. ഇനി എന്ത് വേണം? ഇനി മഴ പെയ്യണം. അപ്പോൾ കരിഞ്ഞ കാടെല്ലാം വീണ്ടും തളിർക്കും. സുന്ദരിക്കിളി പറഞ്ഞു. നിറയെ മരങ്ങളും പഴങ്ങളും ചെടികളും പൂക്കളുമുള്ള ഒരു കാടാവും അത്. അപ്പോൾ മഴ പെയ്താൽ ഈ കരിഞ്ഞതൊക്കെ പോയിട്ട് എന്താവും? തളിർക്കും അല്ലേ. മരങ്ങളും പഴങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഉള്ള നല്ലൊരു കാടാവും അല്ലേ. ഒരു മരച്ചില്ലയിലെ കൂട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് സുന്ദരിക്കിളി സ്വപ്നം കണ്ടു. ഭാവിയിലല്ലേ മുന്നോട്ട് ഈ കാട് പഴയ രീതിയിൽ തന്നെ ആയിട്ട് ഒരു മരത്തിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതായിട്ട് സുന്ദരിക്കിളി സ്വപ്നം കാണുകയാണ്. അപ്പോൾ അടുത്തത് എന്താണ്? ഉത്തരം കണ്ടെത്താമോ? സുന്ദരിക്കിളി വിഡ്ഢിയായിരുന്നു. നിങ്ങൾ എന്തു പറയുന്നു? തീ അണയ്ക്കാൻ ശ്രമിച്ച സുന്ദരിക്കിളി വിഡ്ഢിയായിരുന്നോ? തൻ്റെ കൊക്കുകൊണ്ട് വെള്ളം കൊണ്ടുവന്നിങ്ങനെ തീ അണയ്ക്കാൻ ശ്രമിച്ചിരിക്കുകയാണല്ലേ സുന്ദരിക്കിളി. വിഡ്ഢിയാണോ? അല്ല അല്ലേ. സുന്ദരിക്കിളി തനിക്ക് പറ്റുന്ന വിധത്തിൽ തീ അണയ്ക്കുന്നത് കണ്ടിട്ടാണ് മറ്റുള്ളവർ ഒപ്പം കൂടിയത് അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? മൂങ്ങ തൻ്റെ തീരുമാനം മാറ്റാൻ കാരണമെന്ത്? അല്ലേ, സുന്ദരിക്കിളി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് മൂങ്ങ തീരുമാനം മാറ്റിയത്. അടുത്ത ചോദ്യം, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കഥയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറയും? എഴുതും അല്ലേ. എന്തൊക്കെ എഴുതാം? ഒത്തുപിടിച്ചാൽ എന്ന ഈ കഥ എനിക്ക് വളരെ ഇഷ്ടമായി. കാട്ടിൽ തീ പടർന്നപ്പോൾ ആദ്യം തീ അണയ്ക്കാൻ കുഞ്ഞിക്കിളി ഒറ്റയ്ക്കായിരുന്നു. ഇത് കണ്ടും കേട്ടും മറ്റുള്ളവർ ഒപ്പം കൂടുകയും എല്ലാവരും ചേർന്ന് തീ അണയ്ക്കുകയും ചെയ്തതിലൂടെ ഒത്തുചേർന്ന് ഒരുമയോടെ നിന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുമെന്ന സന്ദേശം ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിന്നതുകൊണ്ട് ആ ഒരു കാട്ടിലെ ഒരു ഒന്നായിട്ട് കാടടക്കം പിടിച്ചു പോവേണ്ടിയിരുന്ന ഒരു തീ അവർക്ക് അണയ്ക്കാൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്ത് പ്രശ്നത്തിനും നമ്മൾ ഒത്തൊരുമയോടെ നിൽക്കണം. അടുത്തത് കാടിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം നമുക്ക് പാടിയാലോ? കാട്. മഴ ചാറിപ്പെയ്തു തുടങ്ങി, ചാറിപ്പെയ്തു കനത്തു തുടങ്ങി, പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിനുള്ളു തണുത്തു തുടങ്ങി, കാട്ടാറുകൾ പൊട്ടിച്ചിതറി കരിമൂടിയ ചില്ല തളിർത്തു, തളിരുകളിൽ മൊട്ടുകിളിർത്തു കാടാകെ പൂത്തു വിരിഞ്ഞു, കാടിവളൊരു കൊച്ചുമിടുക്കി നാടിൻ്റെ കളിത്തോഴി അല്ലേ. വളരെ ഭംഗിയായിട്ട് ഇലകളും പൂക്കളും ഒക്കെയുള്ള ഒരു കാടായി മാറിയതാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. അടുത്തത് സംഭാഷണം എഴുതാമോ? എന്തോ കത്തിക്കരിഞ്ഞ മണം. ഗുഹയിൽ ഉറക്കമായിരുന്ന സിംഹം പുറത്തേക്കിറങ്ങി. സിംഹം മണം പിടിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സുന്ദരിക്കിളി അതുവഴി വന്നത്. അപ്പോൾ കാടിന് തീ പിടിച്ചിട്ട് സുന്ദരിക്കിളി അതുവഴി പോകുമ്പോഴാണല്ലേ സിംഹത്തിന് കത്തിക്കരിഞ്ഞ മണം വരുന്നത്. ഗുഹയിൽ ഉറങ്ങുകയായിരുന്നു സിംഹം. അപ്പം സുന്ദരിക്കിളി പറയാണ്, ഹോയ് സിംഹമേ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഗുഹയിൽ കിടന്ന് സ്വപ്നം കാണുകയായിരുന്നോ എന്ന്. അപ്പം സിംഹം എന്താ പറയുന്നത്? ഞാനൊന്ന് മയങ്ങിപ്പോയി. എന്താ ഒരു മണം? എന്താ സംഭവിച്ചത്? അപ്പോൾ സുന്ദരിക്കിളി എന്ത് പറയും? കാടിന് തീ പിടിച്ചു, എല്ലാം കത്തിക്കരിഞ്ഞു. അപ്പോൾ സിംഹം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അയ്യോ, എന്നിട്ട് എന്തുണ്ടായി? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. പേടിക്കേണ്ട, ഞാൻ കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്കാൻ നോക്കി. അത് കണ്ട് മറ്റ് മൃഗങ്ങളും എനിക്കൊപ്പം കൂടി. അങ്ങനെ ഞങ്ങളെല്ലാം ചേർന്ന് തീ അണച്ചു. അപ്പോൾ സിംഹം എന്ത് പറയും? അത് വളരെ നന്നായി അല്ലേ. നാം ഒന്നു ചേർന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അടുത്തത് നാടകം കളിക്കാം. ഒത്തുപിടിച്ചാൽ എന്ന കഥയിലെ സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകം കളിച്ചാലോ? അപ്പോൾ എന്തൊക്കെ വേണം? തീ പിടിച്ച കാട്, പേടിച്ചോടുന്ന മൃഗങ്ങൾ, വെള്ളം കോരി തീ കെടുത്താൻ ശ്രമിക്കുന്ന സുന്ദരിക്കിളി, കളിയാക്കുന്ന മൂങ്ങ, വാർത്ത പരത്തുന്ന വവ്വാൽ, ഇലക്കുമ്പിളിൽ വെള്ളം കോരിയൊഴിക്കുന്ന കുരങ്ങുകൾ, തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റി തീ അണയ്ക്കുന്ന ആനക്കൂട്ടം, സഹായിക്കാനെത്തിയ മുയലും ജിറാഫും പുലിയും. ഇത്രയും സന്ദർഭങ്ങൾ വേണം അല്ലേ. ഇത്രയും ആളുകൾ വേണം. ഇനി നാടകത്തിന് മറ്റെന്തൊക്കെ വേണം അല്ലേ? നമ്മൾ ക്ലാസ്സിൽ കളിക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം? മുഖംമൂടികൾ വേണം, വേഷം വേണം, മരങ്ങൾ വേണം, തീ വേണം, വെള്ളം വേണം അല്ലേ.
ഇനി കളിച്ച നാടകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒത്തുപിടിച്ചാൽ എന്ന ഈ ഒരു നാടകം വളരെ നല്ല സന്ദേശമുള്ള ഒരു നാടകമാണ്. അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്? പൂരിപ്പിക്കാമോ? മരമില്ലെങ്കിൽ കാടില്ല, കാടില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ ജലമില്ല, ജലമില്ലെങ്കിൽ നാമില്ല. നമുക്കങ്ങനെ എഴുതാലോ. അടുത്തത് ജീവികൾ പറയുന്നത്. ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഈ കാട്ടിൽ നിന്ന് ലഭിക്കും. കാട്ടിൽ ഒരു അരുവിയുണ്ട്. കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ആ അരുവിയിലുണ്ട്. ആരാണ് പറയുന്നത്? ആനയും ആനക്കുട്ടിയുമാണ് അല്ലേ. ആനകൾക്ക് കാട്ടിലാണ് താമസിക്കുക, ആനകൾ. പിന്നെയോ അവർക്ക് വേണ്ട ആഹാരമൊക്കെ കാട്ടിൽ നിന്ന് തന്നെ ലഭിക്കും. അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അരുവിയുണ്ട്, കുടിക്കാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലേ. ഇനി തേനീച്ച എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ആശ്രയം ഈ കാടാണ്. ഞങ്ങൾ പലതരക്കാരുണ്ട്. കാട്ടുപൂക്കളിൽ നിന്നാണ് ഞങ്ങൾ തേൻ ശേഖരിക്കുന്നത്. വലിയ മരത്തിലാണ് കൂട് വയ്ക്കുന്നത്. ഇനി തത്ത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത്. കാട്ടിലെ വലിയ മരങ്ങളിലെ പൊത്തുകളാണ് ഞങ്ങളുടെ വീട്. കാട്ടരുവിയിലെ വെള്ളം കുടിച്ചും കാട്ടുപഴങ്ങൾ കഴിച്ചുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ അമ്മയാണ് ഈ കാട്. ഇനി ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, വലിയൊരു മരം തന്നിട്ടുണ്ട് അല്ലേ. മരം നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളാണ് മരത്തിലുള്ളത്? നിങ്ങൾ കണ്ട മരത്തിലെ ജീവികളെ ചിത്രത്തിൽ വരച്ച് ചേർക്കൂ. മരത്തിലെ ജീവികളുടെ പേരെഴുതൂ. ഏതൊക്കെ ജീവികളാണ്? അണ്ണാൻ, കുരങ്ങ്, വവ്വാൽ, തത്ത, കാക്ക, ഉറുമ്പ്, ചിതല്, തേനീച്ച, മരം കൊത്തി അല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു ജീവികളുടെ ഒക്കെ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മരത്തിൽ വരച്ച് ചേർക്കണം കേട്ടോ. അവയ്ക്ക് മരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? മരം അവർക്ക് താമസ സ്ഥലമാണ് അല്ലേ, വാസസ്ഥലമാണ്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം നൽകുന്നു. ഇനി ഇതിൽ നമ്മൾ എഴുതാത്ത പല കിളികളുടെയും ഒക്കെ പേരുകൾ എഴുതിയിട്ട് മക്കൾക്ക് അവിടെ ചിത്രത്തിൽ വരയ്ക്കുക കേട്ടോ. മക്കൾക്ക് ഇഷ്ടമുള്ള മരത്തിൽ കാണുന്ന ജീവികളുടെ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ് നോക്കിക്കേ, കൊച്ചു കരങ്ങൾ മരം നട്ടാൽ പച്ച പുതയ്ക്കും മലയാളം. അപ്പോൾ മക്കളെ, ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.